ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളൊരു പുതിയ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വെജിറ്റബിൾ മസാല ബ്രെഡാണ്. കുക്കിംഗ് പ്രൊസീജിയർ തുടങ്ങാം. ഒരു പാൻ വയ്ക്കുക. അതിൽ വന്നിട്ട് 3 to 4 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഫൈൻലി സ്ലൈസ് ചെയ്ത സവാള ആണ്. ഇവിടെ ഞാൻ 2 സവാളാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അത്ര ആഡ് ചെയ്തോളി. നിങ്ങൾക്ക് ഓയിലിൻ്റെ പകരമോ ബട്ടറോ ഗീയോ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഇപ്പോൾ നമ്മൾ ഈ സവാളനെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക, നന്നായിട്ടൊന്ന് റോസ്റ്റാക്കി എടുക്കുക. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടുക്കി പിടിക്കും. ഇപ്പോൾ സോൾട്ടാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. സോൾട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ എല്ലാവർക്കും അറിയാം വേഗം സവാള ഒന്ന് റോസ്റ്റായി കിട്ടും. ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചിൻ്റെ പേസ്റ്റാണ്. ഇഞ്ചി പേസ്റ്റ് ഇടണോ അല്ലെങ്കിൽ ചോപ്പ് ചെയ്തിടണോ നിങ്ങളുടെ ഇഷ്ടമാണ്. എന്നിട്ട് പച്ചമണം മാറുന്ന വരെ നമുക്ക് ഇത് മൂപ്പിച്ചെടുക്കാം. നിങ്ങൾക്ക് വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ അതും ആഡ് ചെയ്യാം. ഞാനിവിടെ ആഡ് ചെയ്തിട്ടില്ല, നിങ്ങളുടെ ഇഷ്ടമാണ്. ഇപ്പം നമ്മളുടെ സവാള ഒക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്, നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട് നമ്മളുടെ സവാള. ഇപ്പം ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ളത് റെഡ് ചില്ലി പൗഡറാണ്. പൊടികളൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ആഡ് ചെയ്യാം. ഗരം മസാല പൊടി വേണോ, ജീരപ്പൊടി വേണോ, എന്ത് വേണോ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ അതൊന്നും ആഡ് ചെയ്തിട്ടില്ല, ഗരം മസാല പൊടിയൊന്നും ആഡ് ചെയ്തിട്ടില്ല. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ ടേമറിക് പൊടിയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൊടിയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ചിക്കൻ മസാല പൊടി പിന്നെ ചാട്ട് മസാല പൊടി എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ആഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഏത് ഫ്ലേവർ ഇഷ്ടമോ അങ്ങനത്തെ ഫ്ലേവേഴ്സ് ആയിട്ടുള്ള മസാല ആഡ് ചെയ്ത് കൊടുക്കുക. പച്ചമണം പോണ വരെ നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റാക്കി എടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറോ ഗീയോ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഇപ്പം നമുക്കൊരു മിക്സ് തയ്യാറാക്കാനുണ്ട്, ഒരു അരപ്പ് തയ്യാറാക്കാനുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇവിടെ കോരിയൻഡർ ലീവ്സ് മല്ലി ഇലയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 2 ടൊമാറ്റോ ആണ് എടുത്തിട്ടുള്ളത്, മീഡിയം സൈസ് ടൊമാറ്റോ ആണ്. ഇപ്പോൾ നമുക്കിത് ഗ്രൈൻഡ് ചെയ്തിട്ട് വരാം. നന്നായിട്ട് ഫൈനായിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഈ മിക്സ്ചർ വന്നിട്ട് ഈ ഗ്രൈൻഡ് ചെയ്ത പേസ്റ്റ് വന്നിട്ട് നമ്മൾ മസാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായില്ലേ, ഉള്ളിയൊക്കെ മസാല പൗഡറൊക്കെ ഇട്ടിട്ട് അതിലാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ടൊമാറ്റോ ഈ കോരിയൻഡർ എല്ലാം നന്നായിട്ട് ഈ എണ്ണയിൽ തന്നെ വെള്ളം ആഡ് ചെയ്യണ്ട. ഇപ്പോൾ ഈ എണ്ണയിൽ തന്നെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നമുക്ക് ഈ പച്ചമണം പോണ വരെ നന്നായിട്ട് റോസ്റ്റാക്കി എടുക്കാം. ഇത് വളരെ ടേസ്റ്റി ആൻഡ് യമ്മി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നമുക്ക് എത്ര വെജിറ്റബിൾസ് വേണോ, ബീട്രൂട്ട് വേണോ, ക്യാപ്സിക്കം വേണോ, അല്ലെങ്കിൽ ഗ്രീൻ പീസ് വേണോ, ഏത് വെജിറ്റബിൾ വേണമെങ്കിൽ ആഡ് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം കുട്ടികൾ കഴിച്ചോളൂ, ഒന്ന് മടിക്കൂടാണ്ട്. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഗ്രേറ്റഡ് പൊട്ടാറ്റോ ആണ്, വേവിക്കാത്ത പൊട്ടാറ്റോ, റോ പൊട്ടാറ്റോ ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേവിച്ചിട്ടും ആഡ് ചെയ്ത് കൊടുക്കാം, നിങ്ങളുടെ ഇഷ്ടമാണ്. ഗ്രേറ്റഡ് ക്യാരറ്റാണ്, ഇത് റോ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കാം. ഞാനിവിടെ ഗ്രേറ്റഡ് പൊട്ടാറ്റോ, ഗ്രേറ്റഡ് ക്യാരറ്റ് പിന്നെ ക്യാബേജാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേവിച്ച ബീട്രൂട്ട്, നിങ്ങളെ കുട്ടികൾ ഏത് വെജിറ്റബിൾ കഴിക്കോ അത് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ബീൻസ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് വന്നിട്ട് ക്യാബേജാണ്, നല്ല പൊടിയായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാബേജാണ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഞാനിപ്പോൾ. ഇതുപോലെ നമുക്ക് ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കാത്ത കുട്ടികളും എല്ലാ വെജിറ്റബിൾസ് കഴിച്ചോളൂ. അതുകൊണ്ടാണ് കുട്ടികൾ കഴിക്കാൻ വേണ്ടിയാണ് കൂടുതൽ വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഈ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. എല്ലാം നന്നായിട്ട് എല്ലായിടത്തും എല്ലാ വെജിറ്റബിൾസ് ആവണ പോലെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. നമുക്ക് ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ എല്ലാം നന്നായിട്ട് മിക്സ് ആക്കാം. ഇപ്പോൾ ഞാൻ വളരെ കുറച്ചാണ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഈ വെജിറ്റബിൾസ് പൊട്ടാറ്റോ എല്ലാം വെന്തിട്ടില്ലല്ലോ, അതുകൊണ്ടാണ്. നന്നായിട്ട് മിക്സാക്കി കൊടുത്ത് ലോ ടു മീഡിയം ഫ്ലെയിം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ലിഡ് വെച്ച് അടിച്ചിട്ട് വേവിച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ നമ്മളുടെ ഏകദേശം വെന്തിട്ടുണ്ട്, 90% വെന്ത് കഴിഞ്ഞു നമ്മളുടെ വെജിറ്റബിൾ. ഇപ്പോൾ ഞാൻ ബട്ടറാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ടേസ്റ്റ് എൻഹാൻസ് ചെയ്യും, പിന്നെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഹെൽത്തിയുമാണ്. ഇപ്പോൾ നമ്മൾ വന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മളുടെ വെജിറ്റബിളൊക്കെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞു.
ഇപ്പോൾ നമ്മളൊരു പാൻ വെച്ച് കൊടുത്തിട്ട് ബ്രെഡ് നമുക്ക് രണ്ട് സൈഡ് ഒരു ബ്രെഡിൽ ഫില്ലാക്കിയിട്ട് ഇനിയൊരു ബ്രെഡ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് രണ്ട് സൈഡും നമ്മൾ ടോസ്റ്റ് ആക്കിയിട്ട് നമുക്ക് സെർവ് ചെയ്യാം. സാൻഡ്വിച്ച് പോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടൊരു റെസിപ്പിയാണ്. ഈ ബ്രെഡിൻ്റെ പകരം നിങ്ങൾക്ക് ചപ്പാത്തി വേണോ, ദോശ വേണോ, എന്ത് നിങ്ങളുടെ കുട്ടികൾ കഴിക്കുമോ, അല്ലെങ്കിൽ പൂരീൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നിങ്ങൾക്ക് കൊടുക്കാം കുട്ടികൾക്ക്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ബേക്കറിയിലൊക്കെ കിട്ടൂലേ മസാല ബ്രെഡ്, വെജിറ്റബിൾ മസാല ബ്രെഡ്, അതുപോലെ ഉണ്ടാവും. ഏകദേശം 98% അതുപോലെ തന്നെ സെയിം ടേസ്റ്റാണ്. കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവും. അത്ര നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. വെജിറ്റബിൾ കഴിക്കാത്ത കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിച്ചോളും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. പ്ലീസ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്. നമ്മളുടെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിൾ ബ്രെഡ് മസാല റെഡിയാണ്. കമൻറ്റ്സിൽ അറിയിക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.